ഇന്ന് നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി എല്ലായിടത്തും വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മോഹൻലാൽ ഇന്ന് രാവിലെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ത്യൻ പതാക ഉയർത്തുകയും സല്യൂട്ട് ചെയ്തു നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഇന്നൊരു വിശേഷപ്പെട്ട ദിനം കൂടിയാണ്. കാരണം താരസംഘടനയുടെ അമ്മ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ മോഹൻലാൽ എത്തുകയുണ്ടായി. അതിനൊപ്പം തന്നെ മാധ്യമങ്ങൾ മോഹൻലാലിനെ വളഞ്ഞതും അദ്ദേഹത്തിന്റെ റിയാക്ഷനും ഒക്കെയാണ് വലിയ ശ്രദ്ധ നേടിയതും. മോഹൻലാൽ എന്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ മാത്രം ധാരാളം. കാരണം മോഹൻലാലിനെയാണ് എല്ലാവരും വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മോഹൻലാൽ പറയുകയും ചെയ്തു. ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായപ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കി എന്ന കാര്യം. നല്ല ഭരണസമിതി വരുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും ആരും സംഘടന വിട്ട് പോകുന്നില്ലെന്നും അംഗങ്ങളെല്ലാം ചേർന്ന് മികച്ച നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. വോട്ട് ചെയ്തു, നല്ല ഭരണസമിതി വരുമെന്ന് പ്രതീക്ഷയുണ്ട്, ആരും സംഘടന വിട്ടു പോകുന്നില്ല, അംഗങ്ങളെല്ലാം ചേർന്ന് മികച്ച നേതൃത്വത്തെ തെരഞ്ഞെടുക്കുമെന്നാണ് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. മലയാള സിനിമയിലെ താരസംഘടന അമ്മയുടെ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. വിവാദങ്ങൾക്കും വാക്ക് തർക്കങ്ങൾക്കും ഒടുവിൽ ഇന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. വോട്ടെടുപ്പ് രാവിലെ 10 മണിക്ക് ആരംഭിച്ചിരുന്നു. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പോളിംഗ് സമയം. വൈകുന്നേരത്തോടെ വോട്ടെണ്ണൽ പൂർത്തിയായി പുതിയ കമ്മിറ്റി പ്രഖ്യാപിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിൽ മത്സരം നടക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, നാസർ ലത്തീഫ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ്മാരുടെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. 2 വൈസ് പ്രസിഡന്റ്മാരെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ പുതിയ നേതൃത്വം അമ്മയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. സ്ത്രീകൾ വരട്ടെ എന്ന് തന്നെയാണ് ഭൂരിഭാഗം സിനിമാക്കാരും പറയുന്നത്. അമ്മയെ നയിക്കാൻ ഒരവസരം നൽകണമെന്ന്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും സ്വപ്നമുണ്ടെന്നും ശ്വേതാ മേനോനും പറയുകയാണ്. എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു. തന്റെ ആദ്യ ചിത്രം അനശ്വരം റിലീസ് ചെയ്തിട്ട് 33 വർഷമായെന്നും നടി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഇത് ഒത്തൊരുമയുടെ സ്വാതന്ത്ര്യ ദിനമാകട്ടെ. ആദ്യ ചിത്രം അനശ്വരം റിലീസ് ചെയ്തിട്ട് 33 വർഷമായി. പ്രൊഫഷണൽ സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തിയ ദിവസമാണിത്. അമ്മയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന സ്വപ്നമുണ്ട്. അമ്മ കുടുംബത്തിലെ എല്ലാവരും ആ സ്വപ്നമുള്ളവരാണ്. അമ്മയെ നയിക്കാൻ ഒരവസരം തരിക, ഒരുമിച്ച് മുന്നോട്ട് പോകാം. ശ്വേതാ മേനോൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. എന്തായാലും വൈകിട്ട് 4 മണിയോടെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. 233 വനിതാ അംഗങ്ങൾ ഉൾപ്പെടെ സംഘടനയിലെ 507 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത്. ചെന്നൈയിലായതിനാൽ മമ്മൂട്ടി വോട്ട് ചെയ്യാൻ എത്തില്ലെന്നാണ് വിവരം. മോഹൻലാൽ ഒക്കെ വോട്ട് ചെയ്യാനെത്തി. സുരേഷ് ഗോപി എന്നിവരടക്കമുള്ള പ്രമുഖർ വോട്ട് ചെയ്യാനെത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളോടെയാണ് മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്. ഓഗസ്റ്റ് 27-ന് ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞു. ഇതോടെയാണ് വീണ്ടും തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉയർന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന് കേസ് പോലും ഉയർന്നു വന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെയും ഒരു സംഘം വനിതാ അംഗങ്ങൾ രംഗത്ത് വന്നു. കലുഷിതമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ പങ്കാളികളാകുമെന്നാണ് ഇനി അറിയേണ്ടത്.